ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിത് അടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അവിടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഇന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നുള്ളതാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അമ്മയും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ലീവ് ആയതുകൊണ്ട് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് അമ്മയും ഉണ്ടായി. അപ്പോൾ നമ്മൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളിതാ രാവിലെ തന്നെ കുളിച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ വണ്ടിയിലും കുറേ സമയം ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇവളെ ഈ കളിക്കുന്ന സാധനം അവളെ കയ്യിൽ കൊടുത്തിട്ട് അത് കളിച്ചിട്ട് ഇരിക്കുന്നുള്ളതാണ്. അതെന്തോ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. വായിലൊക്കെ ഇടും, എന്നാലും എന്തോ ഇഷ്ടം. ഇവളതിൽ കുറേ കളിച്ചു വന്നിട്ട് അവിടെ തന്നെ ഉറക്കവും വന്നു. ആൾ നല്ല ഉറക്കിലായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്താനാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഘോഷയാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ വണ്ടിയൊന്നും അങ്ങനെ വിടുന്നുണ്ടായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടായത് അവർ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വേഗം എത്തണം, എങ്കിലേ നമുക്ക് വണ്ടി താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സ്പീഡിലായിരുന്നു വന്നത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തിലത്തെ ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ വീട്ടിലായ ഇങ്ങനെ കുറച്ച് സാധനമൊക്കെ, തേങ്ങ, ചക്ക, അങ്ങനെയുള്ള സാധനമൊക്കെ ആയിരുന്നു അവരുടെ കയ്യിൽ. അത് അവർ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇനിയും അതൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ കൂടുവാണ്. പിന്നെ ഒരു സ്ഥലത്തു നിന്ന് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടിയിട്ട് ഒന്നിച്ചായിരിക്കും ഇവിടുന്ന് വരുന്നത്. പിന്നെന്താ ഇവരിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്താൻ പറയുന്നുണ്ടായത്. പക്ഷേ ഇവരെ വണ്ടി ആയതുകൊണ്ട് അവർ നിർത്തിയിട്ടൊന്നുമില്ല. നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയി. അപ്പോൾ ഇവൾ അവിടെ എത്തുമ്പോൾ തന്നെ ഓളറിഞ്ഞു, ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അവിടെ എത്തിയതിന് ശേഷം ഇവള് പ്രിയ എടുത്തു. അപ്പോൾ ഇവള് അവിടെ ഫുള്ള് സൗണ്ടായിരുന്നു. കാരണം സ്പീക്കർ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഇവൾ അതായിരുന്നു നോക്കുന്നുണ്ടായത്. പിന്നെ നമ്മൾ ഘോഷയാത്ര വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. ഇവൾക്കാണെങ്കിൽ ഉറക്കമൊന്നും ഉണ്ടായിട്ട. പിന്നെ ഘോഷയാത്ര അവിടെ എത്താനായി. അതാ ചെറിയൊരു ചെക്കനെ കണ്ടോ, അവന് എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയുന്നുണ്ടായിട്ട തിരിഞ്ഞൊക്കെ പോകുന്നുണ്ടായത്. ഇവള് അത് തന്നെ നോക്കുന്നുണ്ടായി. അങ്ങനെ ഘോഷയാത്രയ്ക്ക് കണ്ടു കഴിഞ്ഞിട്ട് അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. പക്ഷെ ഫീഡ് ചെയ്തതിന് ശേഷം അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, നല്ല കളിയായിരുന്നു അവിടെ. അപ്പം ഞാൻ അവളെ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ കുറേ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവള് അമ്മേൻ്റെ കയ്യിലുണ്ടായതായിരുന്നു താഴെ മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിൽ. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു അവൾ ഉറങ്ങിക്കാണുന്നു. പക്ഷെ പിന്നെയും അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെയും താഴെ പോയിട്ട് ഒക്കെ നല്ല കളിയൊക്കെ ആയിരുന്നു. പെന്നും ബുക്കും അതൊക്കെ വലിക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ ഇവളിപ്പോൾ എന്തെങ്കിലും വലിക്കാനുണ്ടെങ്കിലൊക്കെ നമ്മളെ ചവിട്ടിയിട്ട് ഒളിങ്ങനെ മുകളിലോട്ട് പോവും. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് പിടിക്കാനൊക്കെ കയ്യിൽ. അപ്പോൾ ഇവക്കും പേടിയാവുന്നുണ്ടായി കുറച്ച്. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നതായിരുന്നു. ഇപ്പം ഹസ്ബൻഡ് വന്നിട്ടില്ല, അച്ഛനായിരുന്നു നമ്മളെ കൊണ്ടുപോകാൻ വന്നത്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ടായത്. ഇവക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവൾ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും അച്ഛനും കുറച്ച് സാധനം വാങ്ങിയിട്ടൊക്കെ വന്നു. ഞാൻ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വാങ്ങി. പിന്നെന്താ തിരിച്ച് ഞാൻ അവളെ കയ്യിലെടുത്തു. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ട് ഞാൻ വിചാരിച്ചു നല്ല ഉറക്കമായിരിക്കും, അവൾ കുറച്ച് ഉറങ്ങുന്നൊക്കെ. പക്ഷെ ഞാൻ അവിടെ കുറച്ച് സമയം ഇരുന്നതായിരുന്നു, അപ്പോഴത്തേക്കും ഓൾ എണീച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.